ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും Ashrafന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡോബ് ഇല്ലുസ്ട്രേറ്ററിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. എന്താണ് ആ കാര്യങ്ങളെന്നല്ലേ? നമ്മൾ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വർക്കിനകത്ത് ഇവിടെ കാണുന്നത് പോലുള്ള ഒരുപാട് സിംബലുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ ഒരു ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഒരു ഫ്ലയർ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഐക്കണുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കോൺടാക്ട് നമ്പറൊക്കെ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മൊബൈൽ ഫോണിന്റെ ഐക്കൺ അല്ലെങ്കിൽ ഇതുപോലുള്ള ലാൻഡ് ഫോണിന്റെ ഐക്കൺ, ഇങ്ങനെയുള്ള എല്ലാ ഐക്കണുകളും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു സിസേഴ്സിന്റെ ഐക്കൺ കാണാൻ നമുക്കിപ്പോൾ ഒരു സ്ലിപ്പാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ലിപ്പിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ മുറിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. അങ്ങനെ മുറിക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ സിസേഴ്സിന്റെ ഒരു ഐക്കൺ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്മൈലികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ബുള്ളറ്റിനുകൾ, ഇതുപോലെ ടിക്ക് മാർക്കുകൾ, ഇവിടെ ഒരു ക്ലോക്കിന്റെ ഐക്കൺ, അങ്ങനെ നമ്മുടെ മിക്ക വർക്കിലും ഇതുപോലുള്ള ഐക്കണുകൾ ഉണ്ടാവാറുണ്ട്. വെഡിങ് കാർഡ്സ് ആണെങ്കിലും ഫ്ലയറുകൾ, വിസിറ്റിംഗ് കാർഡ്, എല്ലാ വർക്കിനകത്തും നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഐക്കണുകളാണ് ഉപയോഗിക്കാറുള്ളത്. മിക്കവരും ഇത്തരം ഐക്കണുകൾ ഇന്റർനെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട് പതിവ്. PNG ആയിട്ടും അല്ലെങ്കിൽ വെക്ടറുകൾ തന്നെ കിട്ടുന്ന ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരം സൈറ്റിൽ നിന്നൊക്കെ ഇതുപോലുള്ള ഐക്കണുകളുടെ വെക്ടർ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇതിനപ്പുറമുള്ള ഒരുപാട് ഐക്കണുകൾ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിനകത്ത് ഡിഫോൾട്ടായിട്ട് ലഭ്യമാണ്. ഇത് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഐക്കണുകളൊക്കെ ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ തന്ന ഒരു വർക്ക് അതേപടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ഐക്കണുകൾ തന്നെ വേണ്ടി വരാറുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഐക്കണുകളൊക്കെ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഐക്കണുകളൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്ര ഐക്കണുകൾ വെക്ടറായിട്ട് തന്നെ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അറിയാത്തവർ അത് മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് വലിയ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഐക്കണുകൾ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ടൂൾ ബോക്സിൽ നിന്നും ടൈപ്പ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ആർട്ട് ബോർഡിനകത്ത് ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കറിയാം, ഇനിയാണ് നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യാൻ തുടങ്ങാറുള്ളത്. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നില്ല, അതിന് പകരം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടൈപ്പ് എന്ന ഓപ്ഷനിൽ പോകുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഗ്ലിഫ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിൻഡിങ്സ് എന്ന ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വിൻഡിങ്സ് എന്നുള്ള ഫോണ്ട് വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ആ വിൻഡിങ്സ് എന്നുള്ള ഫോണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം ഐക്കണുകളും സിംബലുകളും ഉണ്ട്. ഇവിടെ ലാൻഡ് ഫോണിൻ്റെ ഐക്കൺ ഉണ്ട്. അതുപോലെ ഒട്ടുമിക്ക ഐക്കണുകളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. നമുക്ക് ആവശ്യമുള്ള ഐക്കൺ നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആർട്ട് ബോർഡിനടുത്ത് ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് ആ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് വലുതാക്കണമെങ്കിൽ ഇവിടെ ഫോണ്ട് സൈസ് വലുതാക്കുകയോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് വലുതാക്കുകയോ ചെയ്യാം. ഓൾറെഡി ഇതൊരു ഫോണ്ട് ആയതുകൊണ്ട് നമുക്ക് ഫോണ്ട് സൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്യാനും പറ്റും. നമുക്കിത് കർവ് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ ഫയലായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും കഴിയും. ഇതൊരു ഫോണ്ട് ആയതുകൊണ്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഫോണ്ടിൽ ഏതൊക്കെ രീതിയിലുള്ള എഡിറ്റിംഗ് വരുത്താൻ പറ്റുമോ അത്രയും എഡിറ്റിംഗ് ഇതിലും നമുക്ക് വരുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺ ഈ ഒരു വിൻഡോയിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഒന്ന് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് വിൻഡിങ്സ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. വിൻഡിങ്സ് 1, വിൻഡിങ്സ് 2 ഇങ്ങനെയുണ്ട്. നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ വിൻഡിങ്സ് 2 ഇവിടെ കാണാം. ഇതിപ്പോൾ വിൻഡിങ്സ് 2 ആണ്. അതുപോലെ തന്നെ വിൻഡിങ്സ് 3, ഇങ്ങനെ ഇത്രയും ഐക്കണുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂടുതൽ ഐക്കണുകൾ ഇതിൽ നിന്നും സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഐക്കണിൻ്റെ സൈസുകൾ ചെറുതാക്കാനും വലുതാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഈ ഒരു വലിയ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐക്കണുകളെല്ലാം വലിയ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെറിയ രീതിയിലും കാണാവുന്നതാണ്. മറ്റൊന്ന്, നമുക്ക് ഇന്ത്യൻ രൂപയുടെ സിമ്പിൾ ഈ ഒരു സെറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യൻ രൂപയുടെ സിമ്പിളുകൾ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിനകത്ത് ഉണ്ട്. അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് അറിയാൻ നിങ്ങൾ ആ ഒരു വീഡിയോ തന്നെ കാണുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ഇന്ത്യൻ രൂപയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയാതെ വരും. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കാണുക. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഐക്കണുകളുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏതായാലും ഈ ഒരു ഗ്ലിപ്സ് എന്ന വിഷയത്തെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ചെറിയ പോയിന്റ് കൂടെ പറയാം. നമ്മൾ സാധാരണ നമുക്ക് നമ്മുടെ വർക്കിനകത്തേക്ക് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അതായത് കുത്ത്, കോമ, ഹൈഫൺ, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. അതായത് രജിസ്ട്രേഷൻ്റെ സിമ്പിളുകൾ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കീബോർഡിനകത്ത് കാണാൻ കഴിയില്ല.
അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ആ ഫോണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫോണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഗ്ലിപ്സ് എന്ന ഈ വിൻഡോയിലാണ്. അതായത് നമ്മുടെ കീബോർഡിലുള്ള അക്ഷരങ്ങൾ, കുത്തുകോമകൾ, അതിലുപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ രജിസ്ട്രേഷൻ ഐക്കണുകൾ, ട്രേഡ് മാർക്ക് ഐക്കണുകൾ, അല്ല കീബോർഡിനകത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ കീബോർഡിനകത്ത് തന്നെ എവിടെയൊക്കെയാണ് കിടക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമുക്ക് ഈ ഗ്ലിപ്സിനകത്തൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഈ ഒരു ഐക്കണിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഇൻ്റർനെറ്റിനകത്തൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്കിനകത്തേക്ക് വളരെ ഫാസ്റ്റായിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് തുടർച്ചയായിട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി. ഗുഡ് ബൈ.